വിഴിഞ്ഞത്ത് നിന്ന് വെള്ളിയാഴ്ച പുറപ്പെട്ട കപ്പൽ കൊച്ചി തുറമുഖത്ത് കുറച്ച് ചരക്കുകൾ ഇറക്കിയ ശേഷം തൂത്തുക്കുടിയിലേക്ക് പോകാനിരിക്കെയാണ് അപകടം നടന്നത്. മറൈൻ ഗ്യാസ് ഓയിൽ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ചരക്ക് കപ്പൽ മറിഞ്ഞു. കപ്പൽ ജീവനക്കാരെ നാവികസേനയും തീരസംരക്ഷണ സേനയും ചേർന്നായിരുന്നു രക്ഷപ്പെടുത്തിയത്. കപ്പൽ ചെരിഞ്ഞതിനെ തുടർന്ന് കടലിൽ പതിച്ച ഗ്യാസ് ഓയിൽ കണ്ടെയ്നറുകളിൽ നിന്നും ചോർച്ചാ ഭീഷണിയുള്ളതിനാൽ കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇത് സംഭവിച്ചത് 24-ാം തീയതി ഉച്ചയോടെയായിരുന്നു. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ MSC എൽസ 3 എന്ന ലൈബീരിയൻ ഫൽക്ക് ഫീഡർ ചരക്ക് കപ്പലാണ് ചുഴിയിൽപ്പെട്ട് ചരിഞ്ഞത്. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ആടി ഉലഞ്ഞ കപ്പലിൽ നിന്നും ക്യാപ്റ്റൻ ഉൾപ്പെടെ 24 ജീവനക്കാരെയും രക്ഷിക്കുകയും ഉണ്ടായി. റഷ്യക്കാരനായ ക്യാപ്റ്റനും ജീവനക്കാരനായ 20 ഫിലിപ്പീൻസുകാരും 2 യുക്രൈൻകാരും 2 ജോർജിയക്കാരുമാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇവരെ രാത്രി കൊച്ചി തീരത്തെത്തിച്ച് INS സഞ്ജീവനിയിൽ പ്രാഥമിക ചികിത്സ നൽകി. തീരസംരക്ഷണ സേനയുടെ 2 കപ്പലുകളും നാവികസേനാ വിമാനങ്ങളും അപകടത്തിൽപ്പെട്ട കപ്പൽ നിരീക്ഷിച്ചു വരികയുമാണ്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് 23-ന് രാവിലെയാണ് ചരക്ക് കപ്പൽ 3400-ലധികം കണ്ടെയ്നറുകളുമായി കൊച്ചിയിലേക്ക് തിരിച്ചത്. 24-ന് വൈകിട്ട് 4:30-യോടെ കൊച്ചി തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. ഉച്ചകഴിഞ്ഞ് 1:35-ന് കപ്പൽ അപകടത്തിൽപ്പെട്ടയുടൻ ക്യാപ്റ്റൻ നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും സഹായം തേടി. ഉടൻ തീരസേനയുടെ കപ്പലുകളും നാവികസേനയുടെ ഡോർണിയർ വിമാനവും അപകട സ്ഥലത്തേക്ക് തിരിച്ചു. സുരക്ഷാ ജാക്കറ്റ് ധരിച്ച് കടലിലേക്ക് ചാടിയ 9 ജീവനക്കാരെയാണ് ആദ്യം രക്ഷിച്ചത്. പിന്നീട് മറ്റുള്ളവരെയും രക്ഷിച്ചു. എന്നാൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്നും കടലിൽ വീണത് 367.1 മെട്രിക് ടൺ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ ആയിരുന്നു. 84.4 മെട്രിക് ടൺ മറൈൻ ഗ്യാസ് ഓയിൽ, സൾഫർ ഫ്യൂവൽ ഓയിൽ, ഹൈ ഡെൻസിറ്റി ഡീസൽ എന്നിവയടങ്ങിയ കണ്ടെയ്നറിനുള്ളിലെ ഇന്ധനത്തിൽ സൾഫർ സാന്നിധ്യം ഉൾപ്പെടെ ഉള്ളതിനാൽ കേരള തീരത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നു. രാസപദാർത്ഥമുള്ള കണ്ടെയ്നറുകൾ കേരള തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നും അവയിൽ സ്പർശിക്കുക പോലും ചെയ്യരുതെന്നുമായിരുന്നു മുന്നറിയിപ്പുണ്ടായിരുന്നത്. മത്സ്യത്തൊഴിലാളികളും വിനോദസഞ്ചാരികളും അടക്കം ജാഗ്രത പാലിക്കണം. തീരദേശത്ത് കാണുന്ന അജ്ഞാത വസ്തുക്കൾ എടുക്കുകയോ തുറന്നു നോക്കുകയോ ചെയ്യരുത്. കടലിൽ എണ്ണപ്പാട കണ്ടാലും തുടരുത്. അസാധാരണമായ എന്തെങ്കിലും കണ്ടാൽ പോലീസിനെയോ 112 എന്ന നമ്പറിലോ അറിയിക്കണം. 10-ലേറെ കണ്ടെയ്നറുകളാണ് കടലിൽ ഒഴുകി നടക്കുന്നത്. മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെ ഇവ എത്താൻ സാധ്യതയുണ്ട്. അതോടൊപ്പം പുറം കടലിൽ ചരിഞ്ഞ കപ്പലിന്റെ നിലവിലെ അവസ്ഥ സുരക്ഷിതമായിരുന്നുവെന്നായിരുന്നു മുൻപ് വന്നിരുന്ന റിപ്പോർട്ടുകൾ. രക്ഷാദൌത്യത്തിന്റെ തുടക്കത്തിൽ കപ്പൽ മുങ്ങിയേക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. മറ്റൊരു കപ്പലിലേക്കും കണ്ടെയ്നറുകൾ മാറ്റാനുള്ള സാധ്യത പരിശോധിച്ചും വന്നിരുന്നു. തൂത്തുക്കുടി, കൊളംബോ, വിഴിഞ്ഞം, കൊച്ചി, മംഗളൂരു, പരമ്പൂർ തുറമുഖങ്ങളായിരുന്നു ലക്ഷ്യസ്ഥാനങ്ങൾ. ഈ വർഷം 10 തവണ കൊച്ചി തുറമുഖത്ത് എത്തുകയും ഉണ്ടായി. 184 മീറ്റർ നീളവും 26 മീറ്റർ വീതിയും ഉണ്ടായിരുന്നു. 1997-ൽ കമ്മീഷൻ ചെയ്ത ശരാശരി 6.7 നോട്ട്സ് വേഗം, പരമാവധി വേഗം 13.1 നോട്ട്സ്. തൂത്തുക്കുടിയിൽ നിന്നും കഴിഞ്ഞ 18-ന് പുറപ്പെട്ട് വിഴിഞ്ഞത്തെത്തി. എന്നാൽ പിന്നീട് വന്ന റിപ്പോർട്ടുകൾ വെച്ച് കൂടുതൽ ചരക്കുകൾ കടലിൽ വീണ് കപ്പൽ മുങ്ങി. കൂടുതൽ പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾ തടയുന്നതിനായി കപ്പൽ വലിച്ചുകൊണ്ടു പോകാനുള്ള ഓപ്ഷനുകൾ ഇന്ത്യൻ നാവികസേന അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശ്രമങ്ങൾ വിജയിച്ചില്ലെന്നായിരുന്നു റിപ്പോർട്ട്. തുടക്കത്തിൽ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം 3 ജീവനക്കാർ കപ്പലിൽ തന്നെ തുടർന്നു. പക്ഷേ സ്ഥിതിഗതികൾ വഷളായതിനാൽ പിന്നീട് അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ ഏകദേശം 400 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്നും കേരള തുറമുഖ മന്ത്രി VN വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അപകട കാരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ലായിരുന്നു. എന്നിരുന്നാലും ശക്തമായ കാറ്റ്, ഉയർന്ന തിരമാലകൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ കയറ്റുന്ന രീതി എന്നിവ കാരണമാകാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശനിയാഴ്ച 8 കണ്ടെയ്നറുകൾ കടലിൽ വീണു. കോസ്റ്റ് ഗാർഡിന് മുന്നറിയിപ്പ് ലഭിക്കുകയുമുണ്ടായി. കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നാവികസേനയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 24 ക്രൂ അംഗങ്ങളിൽ 21 പേരെ ആദ്യം രക്ഷപ്പെടുത്തി. അതേസമയം ക്യാപ്റ്റനും 2 എഞ്ചിനീയർമാരും നിർദ്ദേശങ്ങൾ അനുസരിച്ച് കപ്പലിൽ തന്നെ തുടർന്നായിരുന്നു അവരെ സുരക്ഷിതമായി കപ്പലിൽ നിന്നും മാറ്റിയതും. കപ്പലിൽ 28 ഡിഗ്രി ചരിവ് അനുഭവപ്പെട്ടു. കൂടുതൽ കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീഴുന്നതും തുടർന്നു. വീണുപോയ കണ്ടെയ്നറുകളിൽ നിന്നും എണ്ണ ചോർന്നൊലിക്കാനുള്ള സാധ്യത ആശങ്ക ഉയർത്തിയിരുന്നു. ചില കണ്ടെയ്നറുകൾ സ്ഥലത്ത് നിന്നും 1 കിലോമീറ്ററോളം ഒഴുകിപ്പോയതായും റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനാൽ എറണാകുളം, ആലപ്പുഴ തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും താമസക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. ശേഷിക്കുന്ന കണ്ടെയ്നറുകൾ മറ്റൊരു കപ്പലിലേക്ക് വിജയകരമായി മാറ്റുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ശരിയായ അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുമെന്നും മന്ത്രി വാസവൻ പറഞ്ഞിരുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, നാവികസേന, ദുരന്ത നിവാരണ അതോറിറ്റി, കോസ്റ്റൽ പോലീസ് എന്നിവയെല്ലാം സുഗമവും സുരക്ഷിതവുമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ സജീവമായി ഏകോപിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു.